നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. അയോധ്യ കേസിൽ സുപ്രീം കോടതി നാളെ വിധി പറയും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസിൽ വിധി പറയുക. 1885 ആരംഭിച്ച നിയമ പോരാട്ടമാണ് നാളെ രാവിലെ 10:30 സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുക. അയോധ്യ കേസിൽ സുപ്രീം കോടതി നാളെ വിധി പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. DGPയും ഗവർണറെ കണ്ട സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. നാളത്തെ വിധി എന്തായാലും സമാധാനപരമായി അതിനെ സ്വീകരിക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെച്ചു. മന്ത്രിസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് രാജി. സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നത് മൂലം രാഷ്ട്രപതി ഭരണത്തിനും സാധ്യതയുണ്ട്. കോഴിക്കോട്ട് അറസ്റ്റിലായ പാർട്ടി അംഗങ്ങൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച CPIM കേസിൽ UAPയെ പിൻവലിക്കാൻ ഇടപെടേണ്ടതില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അതിനിടെ അലന്റെയും താഹയുടെയും ജാമ്യഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. മഞ്ചിക്കണ്ടിയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം ചൊവ്വാഴ്ച വരെ സംസ്കരിക്കരുതെന്ന് ഹൈക്കോടതി. ഏറ്റുമുട്ടലാണ് നടന്നതെന്നും മാവോയിസ്റ്റുകളാണ് ആദ്യം വെടിവെച്ചതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മഞ്ചിക്കണ്ടി മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് 2 മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞതായി സൂചന. മൃതദേഹങ്ങൾ കന്യാകുമാരി സ്വദേശി അജിത, ചെന്നൈ സ്വദേശി അരവിന്ദ് എന്നിവരുടേതാണെന്ന് സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞു. മൃതദേഹം കാണാൻ ബന്ധുക്കൾ നാളെ എത്തും. ഗാന്ധി കുടുംബത്തിന്റെ SPG സുരക്ഷ പിൻവലിക്കുന്നു. Z ക്ലാസ് സെക്യൂരിറ്റി തുടരും. CRPF ആയിരിക്കും ഇനി സുരക്ഷ ഒരുക്കുക. സംവിധായകൻ VS ശ്രീകുമാറിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 2.5 മണിക്കൂർ നീണ്ട മൊഴി രേഖപ്പെടുത്തിയത്. KPCC ജംബോ ഭാരവാഹി പട്ടിക തന്റെ മാത്രം തീരുമാനമല്ലെന്ന് വ്യക്തമാക്കി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാവരുമായി ആലോചിച്ചാണ് പട്ടിക തയ്യാറാക്കിയതെന്നും ഏകപക്ഷീയമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മാത്യു മഞ്ചാടിയിലിന്റെ മരണം ഉറപ്പാക്കാൻ 2 തവണ സയനൈഡ് നൽകിയെന്ന് മുഖ്യമന്ത്രി ജോളിയുടെ മൊഴി. ആദ്യം മാത്യുവിന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തിവെച്ചു. പിന്നീട് ജോളി വെള്ളത്തിലും സയനൈഡ് കലർത്തി നൽകുകയായിരുന്നു. മാത്യുവിന്റെ ഭാര്യ കട്ടപ്പനയിൽ കല്യാണത്തിന് പോയ ദിവസമാണ് കൊലയ്ക്ക് തെരഞ്ഞെടുത്തതെന്നും മൊഴി നൽകി. ഡൽഹി പോലീസിനെതിരെയുള്ള അഭിഭാഷകരുടെ ആരോപണം തള്ളി സുപ്രീം കോടതി. ഒരു കൈകൊണ്ട് തട്ടിയാൽ ശബ്ദമുണ്ടാകില്ലെന്നും സംഘർഷത്തിന് ഇരുവിഭാഗവും ഒരേപോലെ ഉത്തരവാദികളാണെന്നും കോടതി പറഞ്ഞു. തീസ് ഹസാരി കോടതി സംഘർഷം സംബന്ധിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേരള കോൺഗ്രസ് അധികാര തർക്കത്തിൽ നിർണായക നീക്കവുമായി PJ ജോസഫ്. ഡിസംബറിന് മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമെന്നും 10 ദിവസം മുമ്പ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകുമെന്നും PJ ജോസഫ് പറഞ്ഞു. വിശ്വാസികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിലടക്കമുള്ള മനുഷ്യാവകാശ ലംഘനം തുടർന്നാൽ ഓർത്തഡോക്സ് സഭയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുമെന്ന് യാക്കോബായ സഭ. പ്രതിസന്ധി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യാക്കോബായ സഭ നേതൃത്വം വ്യക്തമാക്കി. മരടിലെ വിവാദ ഫ്ളാറ്റുകൾ പൊളിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിച്ച ഫ്ളാറ്റ് ഉടമകൾ തിരുത്തൽ ഹർജി ഉടൻ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് ഇമെയിൽ അയച്ചു. ഫ്ളാറ്റ് ഉടമകൾ പൊളിക്കുന്നതിന് മുൻപ് തിരുത്തൽ ഹർജി പരിഗണിച്ച് തീരുമാനമെടുക്കണം. നവജാത ശിശുവിന്റെ സംസ്കാരത്തിന് സ്ഥലം വിട്ടു നൽകാതെ ഏറ്റുമാനൂർ നഗരസഭ. 36 മണിക്കൂറിന് ശേഷം SIയുടെ നേതൃത്വത്തിൽ പോലീസുകാർ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. കുട്ടി അതിരമ്പുഴ പഞ്ചായത്ത് നിവാസിയാണെന്നും സംസ്കരിക്കേണ്ടത് ഏറ്റുമാനൂർ നഗരസഭയുടെ ചുമതലയല്ലെന്നുമായിരുന്നു നഗരസഭാ ചെയർമാന്റെ നിലപാട്. പോലീസ് സേനയിൽ 58 കായിക താരങ്ങളെ നിയമിച്ച് സർക്കാർ ഉത്തരവ്. നിയമന ഉത്തരവ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. ഹവിൽദാർ തസ്തികയിലാണ് നിയമനം. BJPയിൽ ചേരുമെന്ന പ്രചാരണം തള്ളി തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. BJPയുടെ കെണിയിൽ വീഴില്ലെന്നും തന്നെയും തിരുവള്ളുവരെയും ഒന്നും കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കില്ലെന്നും രജനീകാന്ത് പറഞ്ഞു.
ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നെഗറ്റീവ് എന്ന് വിലയിരുത്തി ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡി സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ റേറ്റിംഗ് സ്റ്റേബിൾ എന്ന നിലയിൽ നിന്ന് നെഗറ്റീവ് എന്ന നിലയിലേക്ക് ആണ് മാറ്റിയത്. സാമ്പത്തിക മാന്ദ്യത്തെയും പ്രതിസന്ധിയെയും അഭിസംബോധന ചെയ്യുന്നതിൽ സർക്കാർ നയങ്ങളുടെ പോരായ്മകളുണ്ടെന്നും മൂഡി വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിൽ വീണുപോയവർക്ക് 3 വർഷം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ അടച്ചുപൂട്ടി. ഇതിനൊന്നും പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറ്റപ്പെടുത്തി. മഹാ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് മുംബൈയിൽ ശക്തമായ മഴയിൽ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ടായി. മഹാ ചുഴലിക്കാറ്റ് ദുർബലമായതായും മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യമില്ലെന്നും 1 ദിവസം കൂടി മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ച് നടത്തിയ വെടിവെപ്പിൽ ജവാന് വീരമൃത്യു. കശ്മീരിലെ കൃഷ്ണഘാട്ടി സെക്ടറിലാണ് കരാർ ലംഘിച്ച് പാകിസ്ഥാൻ വെടിയുതിർത്തത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുൾബുൾ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പശ്ചിമബംഗാൾ തീരത്ത് ജാഗ്രത ശക്തമാക്കി. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തി. കർത്താർപൂർ തീർത്ഥാടനത്തിൽ വീണ്ടും വാക്കുതെറ്റിച്ച പാകിസ്ഥാൻ. കർത്താർപൂർ ഇടനാഴി ഉദ്ഘാടനം ചെയ്യുന്ന നാളെയും പ്രവേശന ഫീസ് ഈടാക്കുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചു. അതേസമയം ഇടനാഴി ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി പേരറിവാളന് പരോൾ. ചികിത്സയിലുള്ള പിതാവിനെ പരിചരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ പരിഗണിച്ച് 30 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി വരാൻ നാളെ പറയാനിരിക്കെ കർശന ജാഗ്രത പാലിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രശ്നസാധ്യതയുള്ള മേഖലകളിൽ സുരക്ഷാ സേനാംഗങ്ങളെ നിയോഗിക്കാനാണ് നിർദ്ദേശം. ടൈം മാസികയിൽ മോദിക്കെതിരെ ലേഖനമെഴുതിയ ആദിഷ് തസീറിന്റെ പൗരത്വ കാർഡ് സർക്കാർ റദ്ദാക്കി. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയത്. ആദിഷിന്റെ പിതാവ് പാകിസ്ഥാനിൽ ജനിച്ചയാളാണെന്ന് കാണിച്ചാണ് പൗരത്വം റദ്ദാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികൾ യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ കേന്ദ്രം. 1ാം UPA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതിയാണിത്. യന്ത്ര ഉപയോഗം തൊഴിൽ ദിനങ്ങളെ ബാധിക്കുമെന്ന കാഴ്ചപ്പാടായിരുന്നു UPA സർക്കാരിന്. ഇന്ത്യയുടെ പുതിയ ഭൂപടത്തിനെതിരായ നേപ്പാളിന്റെ ആരോപണത്തെ തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഭൂപടത്തിൽ ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡ് ജില്ലയിൽ കാണിച്ചിട്ടുള്ള കാലാപാനി പ്രദേശം തങ്ങളുടെ അധീനതയിലാണെന്ന് ആയിരുന്നു നേപ്പാൾ അവകാശവാദം ഉന്നയിച്ചത്. നോട്ട് നിരോധനത്തിന് ശേഷം പുറത്തിറക്കിയ 2000 രൂപ നോട്ടുകളിൽ നല്ലൊരു ശതമാനം പ്രചാരത്തിലില്ലെന്നും അവ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നും മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ്. ഈ നോട്ടുകൾ നിരോധിക്കാൻ എളുപ്പമാണെന്നും ഗാർഗ് പറഞ്ഞു. നോട്ട് നിരോധനത്തിന്റെ 3ാം വാർഷിക വേളയിൽ ആയിരുന്നു മുൻ ധനകാര്യ സെക്രട്ടറിയുടെ പ്രസ്താവന. ഡൽഹിക്ക് പിന്നാലെ വായു മലിനീകരണത്തിൽ ശ്വാസം മുട്ടി ചെന്നൈ നഗരവും. വായുവിന്റെ ഗുണനിലവാര തോതിൽ ചെന്നൈ ഡൽഹിയെ മറികടന്നു. ചെന്നൈയിൽ ഇന്നലെ രാവിലെ 9:30 വായു നിലവാര സൂചിക 264 ആയിരുന്നു. ഡൽഹിയിലേത് 254. കശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ 9 പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 വിമാനങ്ങൾ റദ്ദാക്കി. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മു കാശ്മീരിലെ പൂഞ്ച്, രജൌരി മേഘ് എന്നീ ജില്ലകളിൽ തെക്കൻ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന മുഗൾ റോഡ് അടച്ചു. ഇറാഖിൽ പലയിടങ്ങളിലായി സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ 13 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. തെക്കൻ നഗരമായ ബസ്രയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ 7 പേരും ബാഗ്ദാദിലെ പ്രതിഷേധക്കാരായ 6 പേരുമാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിലും അഴിമതിരഹിത ഭരണവും ആവശ്യപ്പെട്ടാണ് ഇറാഖിൽ ജനകീയ പ്രക്ഷോഭം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് $20 ലക്ഷം പിഴ ശിക്ഷ വിധിച്ച ന്യൂയോർക്ക് കോടതി. ട്രംപ് ഫൗണ്ടേഷന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് $20 ലക്ഷം പിഴയടയ്ക്കാൻ ജഡ്ജി ഉത്തരവിട്ടത്. ഇറാനിലുണ്ടായ ഭൂചലനത്തിൽ 4 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലുണ്ടായത്.
ബെർലിനിൽ ക്യാബിൻ ക്രൂ യൂണിയനുകളുടെ സമരം കാരണം 1300 വിമാന സർവീസുകൾ റദ്ദാക്കി. ജർമ്മൻ എയർലൈനായ ലുഫ്താൻസയാണ് സർവീസുകൾ റദ്ദാക്കിയത്. ശമ്പള വർധനയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടാണ് സമരം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ജനറലായിരുന്ന ഷാർലറ്റിൻ ഗുഡിന്റെ 200 വർഷം പഴക്കമുള്ള അസ്ഥികൂടം റഷ്യയിലെ നൃത്തശാലയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി. അസ്ഥികൂടം ഗുഡിന്റെയാണെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. വിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ഖത്തറിൽ ഹോളിഡേ ശില്പം. കോർണിഷിലെ പായ്ക്കപ്പൽ ഹാർബറിലാണ് ഭീമൻ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഖത്തർ മ്യൂസിയമാണ് ശില്പം സ്ഥാപിച്ചത്. ചീനയിലെ ജനകീയ പ്രക്ഷോഭത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെപ്പറ്റി അന്വേഷിക്കുമെന്ന് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേര. സുരക്ഷാ ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ പുതിയ തീരുമാനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പിനേര വ്യക്തമാക്കി. മൗറീഷ്യസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്ന്. തെരഞ്ഞെടുപ്പ് ഫലം നിലവിലെ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്തിന് നിർണായകമാണ്. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 6-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്കാണ് അവസാനിച്ചത്. ടെലികോം രംഗത്തെ 6G സാങ്കേതികവിദ്യ കരസ്ഥമാക്കാനുള്ള പരീക്ഷണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ചൈന. രാജ്യവ്യാപകമായി 6G ടെലികോം ശൃംഖല സ്ഥാപനം ലക്ഷ്യമിട്ടുള്ള 6G റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതായി ചൈനയിലെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. കുടിയേറ്റക്കാരെ റിക്രൂട്ട് ചെയ്യാവുന്ന തൊഴിലുകൾ ഫ്രാൻസും ലിസ്റ്റ് ചെയ്യുന്നു. അല്ലാത്ത തൊഴിൽ മേഖലകളിൽ കുടിയേറ്റക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തി ലിസ്റ്റ് ചെയ്ത മേഖലകളിൽ മാത്രമായി ക്വാട്ട സമ്പ്രദായം ഏർപ്പെടുത്താനാണ് തീരുമാനം. പ്രധാനമന്ത്രി എഡ്വേർഡ് ഫിലിപ്പ് പ്രഖ്യാപിച്ച 20 കുടിയേറ്റ പദ്ധതിയിലാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് സുരക്ഷയൊരുക്കി അമേരിക്കൻ പടക്കപ്പൽ ബഹ്റൈനിലെത്തി. എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നീക്കം. യഥാർത്ഥ പ്രവർത്തന മേഖല ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് മറച്ചുവെക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സൗദി തൊഴിൽ മന്ത്രാലയം നടപടി ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സ്ഥാപനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കും. ബിസിനസ്സും ലൈസൻസിലെ വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. സൗദിയിൽ വ്യവസായ സ്ഥാപനങ്ങളിലേക്കുള്ള വിദേശികളുടെ സ്പോൺസർഷിപ്പ് മാറ്റം തൊഴിൽ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെച്ചു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തേക്ക് ലെവി ഇളവ് അനുവദിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ട്രാഫിക് പിഴ അടയ്ക്കുന്നതിനുള്ള ദുബായ് പോലീസിന്റെ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് തുടക്കമായി. ഈ പദ്ധതി പ്രകാരം 75% വരെ പിഴയിൽ ഇളവ് ലഭിക്കും. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം സോഡിഫിയുടെ കുവൈറ്റ് സന്ദർശനത്തിന് തുടക്കം. നവംബർ 24 മുതൽ ഡിസംബർ 6 വരെ ദോഹയിലാണ് മത്സരം. നവംബർ 15 വരെയാണ് സോഡിഫിയുടെ കുവൈറ്റ് സന്ദർശനം. ഹോങ്കോങ്ങിലെ ജനകീയ പ്രക്ഷോഭത്തിനിടെ നിലത്ത് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. ഹോങ്കോങ്ങിലെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഹോങ്കോങ്ങിലെ ആശുപത്രി അധികൃതർ വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചു. ടൂറിസം വ്യവസായം സൗദിയിലെ തന്ത്രപ്രധാന മേഖലയായി മാറിയതായി സൗദി ടൂറിസം പുരാവസ്തു അതോറിറ്റി മേധാവി അഹമ്മദ് ബിൻ ഉഖൈൽ അൽ ഖത്തീം. ലണ്ടനിൽ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മന്ത്രിതല ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 ടോക്കിയോ ഒളിമ്പിക്സിന് ഖത്തറിന്റെ ഷൂട്ടിംഗ് താരം മുഹമ്മദ് അൽ റുമൈഹി യോഗ്യത നേടി. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ട്രാപ്പ് ഇവന്റിൽ വെങ്കലം നേടിയാണ് അൽ റുമൈഹി യോഗ്യത നേടിയത്. UAE-യിൽ ആദ്യമായി മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി ഡ്യുക്കാറ്റി ഇലക്ട്രിക് വാഹനം നിരത്തിലിറക്കി. ഷാർജയിലെ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ പുനഃസംസ്കരണ സ്ഥാപനമായ ബീഹയാണ് ഡ്യുക്കാറ്റി ഇലക്ട്രിക് മൊബൈൽ യൂണിറ്റ് പുറത്തിറക്കിയത്. മിക്സ് അക്കാദമിയുടെ 4ാമത് സിവിൽ സർവീസ് വർക്ക്ഷോപ്പ് നവംബർ 15-16 തീയതികളിൽ ജിദ്ദയിൽ നടക്കും. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന വർക്ക്ഷോപ്പ് പ്രശസ്ത സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ അക്കാദമിക് ഹെഡും ഫാക്കൽറ്റിയുമായ KP ആഷിഫ് നയിക്കും. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി UAE ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
വടക്കൻ എമിറേറ്റുകളിലും തീരപ്രദേശങ്ങളിലുമുള്ളവർ നവംബർ 12 വരെ ജാഗ്രത പാലിക്കണമെന്നും ഇവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഒമാനിൽ ഇന്ത്യൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആവശ്യമുണ്ടെന്ന് കാണിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പരസ്യം വ്യാജമാണെന്ന് റോയൽ ഒമാൻ പോലീസ്. ഇത്തരം പരസ്യം കണ്ട് അപേക്ഷ സമർപ്പിക്കും മുമ്പ് അധികൃതരെ ബന്ധപ്പെടണമെന്നും അല്ലാത്തപക്ഷം കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ പോലീസ് അറിയിച്ചു. ഭീമ ജുവൽസിന്റെ 95ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഭീമ സൂപ്പർ സർപ്രൈസിന്റെ ബമ്പർ നറുക്കെടുപ്പ് വിവിധ ഷോറൂമുകളിൽ നടന്നു. കൊച്ചി MG റോഡിലെ ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് നടനും സംവിധായകനുമായ നാദിർ ഷാ ഉദ്ഘാടനം ചെയ്തു. കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഇനി കാർ പൊളിക്കൽ മേഖലയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ജപ്പാനിലെ ജനറൽ ട്രേഡിംഗ് പ്രോജക്ട് മാനേജ്മെന്റ് കമ്പനിയായ ടൊയോട്ട സുഷോ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് മാരുതി സുസുക്കി പഴയ വാഹനം പൊളിക്കാനും റീസൈക്കിൾ ചെയ്യാനുമുള്ള കേന്ദ്രം സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 320 രൂപ കുറഞ്ഞു. 28,320 രൂപയാണ് പവന്റെ ഇന്നത്തെ വില. നവംബർ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചു. പുതിയ നിരക്കുകൾ നവംബർ 10 മുതൽ പ്രാബല്യത്തിൽ വരും. റിപ്പോ നിരക്ക് 135 ബേസിസ് പോയിന്റ് കുറച്ചതിനെ തുടർന്ന് മറ്റു ബാങ്കുകളും നിക്ഷേപ പലിശ കുറവ് വരുത്തിയിരുന്നു. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരം ഗോൾരഹിത സമനിലയിൽ. ആദ്യ 30 മിനിറ്റിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2 പേർക്ക് പരിക്കുമൂലം പുറത്തുപോയ മത്സരത്തിൽ റഫറിയും തിരിച്ചടിയായി. ISLൽ FC ഗോവ മുംബൈ സിറ്റി FCയെ 2-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ലെനിൻ റോഡ്രിഗസും കോറമിനാസും ആദ്യ പകുതിയിൽ ഗോവയ്ക്ക് 2 ഗോളിന്റെ ലീഡ് നൽകി. രണ്ടാം പകുതിയിൽ ഹ്യൂഗോ ബോമസും കാർലോസ് പെരയും ഗോവൻ ജയം ഉറപ്പാക്കി. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ 4ാം മത്സരം ജയിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒപ്പമെത്തി. ഇംഗ്ലണ്ട് 20 ഓവറിൽ 3 വിക്കറ്റിന് 241 റൺസ് നേടിയപ്പോൾ ന്യൂസിലൻഡ് 165 റൺസിന് പുറത്തായി. സെഞ്ചുറി നേടിയ ഡേവിഡ് മലാനാണ് കളിയിലെ താരം. 2020 യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. ലെസ്റ്റർ സിറ്റിയുടെ ജെയിംസ് മാഡിസണും ലിവർപൂൾ താരം ഓക്സ്ലേഡ് ചെമ്പർലെയിനും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോൺ സ്റ്റോൺസും ഇംഗ്ലീഷ് ടീമിൽ തിരിച്ചെത്തി. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരോൺ വാൻ ബിസാക്കിക്കും ടോട്ടനത്തിന്റെ ഡെലെ അലിക്കും ടീമിൽ ഇടം ലഭിച്ചില്ല. യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സെർബിയൻ ടീമായ പാർട്ടിസൺ ബെൽഗ്രേഡിനെയാണ് മാഞ്ചസ്റ്റർ തോൽപ്പിച്ചത്. മേസൺ ഗ്രീൻവുഡ്, ആന്റോണി മാർഷ്യൽ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരാണ് യുണൈറ്റഡിന്റെ സ്കോറർമാർ. ഇനി നോക്കാം ജില്ലാ വാർത്ത. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഇന്നും നാളെയും നടക്കും. വർണ്ണപ്പകിട്ട 2019 എന്ന പേരിൽ ചാല ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം. ഡിഫറന്റ് ആർട്സ് സെന്റർ എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാവതരണത്തിനായി സ്ഥിരം വേദി തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. മാജിക് അക്കാദമിയും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുനർമൂല്യനിർണയ വ്യവസ്ഥകൾ ഇളവ് ചെയ്ത് കേരള സർവകലാശാല. ആദ്യ മാർക്കിനേക്കാൾ 10% അധികം പുനർമൂല്യ നിർണയത്തിൽ കിട്ടിയാൽ മൂന്നാമതും മൂല്യനിർണയം വേണമെന്ന വ്യവസ്ഥ റദ്ദു ചെയ്തു. വൈസ് ചാൻസലറും 3 സിൻഡിക്കേറ്റ് അംഗങ്ങളും അടങ്ങുന്ന സമിതിയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കൊട്ടാരക്കര ഇഞ്ചക്കാട്ട് തമിഴ്നാട് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണവും സ്വർണവും മോഷ്ടിച്ചതായി പരാതി. കൊടൈക്കനാൽ സ്വദേശി വേലുസ്വാമി, ഭാര്യ കൃഷ്ണമാൾ എന്നിവരെ മർദ്ദിച്ച ശേഷമാണ് സ്വർണവും പണവും കവർന്നതെന്നാണ് പരാതി. കൊല്ലം അമ്പലത്തുകാല പുനലൂർ റോഡ് നവീകരണത്തിന് 40 കോടി രൂപ അനുവദിച്ചു. പൂർണ്ണമായി തകർന്നു കിടക്കുന്ന റോഡിൽ 2 നിര ടാറിംഗ് നടത്തി ബലപ്പെടുത്താനാണ് പദ്ധതി. പൂയപ്പള്ളിയിൽ അനധികൃതമായി മണ്ണ് കടത്തുന്നതിനിടെ 4 ടിപ്പർ ലോറികൾ പോലീസ് പിടിച്ചെടുത്തു. കണ്ണനല്ലൂർ മുട്ടക്കാവ് സ്വദേശി സൈനുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള 4 ടിപ്പർ ലോറികളാണ് പോലീസ് പിടിച്ചെടുത്തത്.
വീടിന്റെ കതക് കുത്തിപ്പൊളിച്ച് സ്വർണ്ണാഭരണവും സ്വർണ്ണ നാണയങ്ങളും കവർന്ന സഹോദരങ്ങളായ മോഷ്ടാക്കളെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പളം പാവട്ടുമൂല സ്വദേശിയായ സൈജു, സഹോദരൻ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തലയോലപ്പറമ്പിൽ ആളില്ലാത്ത വീടുകളിൽ റബ്ബർ ഷീറ്റ്, കുരുമുളക് എന്നിവ മോഷണം നടത്തുന്ന 3 അംഗ സംഘം അറസ്റ്റിൽ. ബ്രഹ്മമംഗലം സ്വദേശി PG ആഷിഖ്, അന്തു എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് അറസ്റ്റിലായത്. മോഷണവും മോഷണ ശ്രമങ്ങളും 3 സെക്കൻഡിനുള്ളിൽ പോലീസ് കൺട്രോൾ റൂമിലും സ്ഥാപന ഉടമയെയും അറിയിക്കുന്ന സംവിധാനം ചേർത്തലയിലും. കെൽട്രോണാണ് പോലീസ് സഹകരണത്തിൽ സെൻട്രൽ ഇൻഷുറൻസ് മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത്. പ്രളയവും കടൽക്ഷോഭവും ഉണ്ടാകുമ്പോൾ ജനങ്ങളെ പാർപ്പിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ മാരാരിക്കുളത്ത് തയ്യാറായി. ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3.53 കോടി രൂപ മുടക്കിയാണ് ഷെൽട്ടർ സ്ഥാപിച്ചത്. പത്തനംതിട്ട ജില്ലാ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിക്ക് സ്വന്തമായി ലാബ് നിർമ്മിക്കുന്നതിന് ഭൂമി അനുവദിച്ചു. കോഴഞ്ചേരി താലൂക്കിലെ വില്ലേജിലാണ് ഭൂമി അനുവദിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉത്തരവിറക്കിയത്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. മലയാലപ്പുഴ പോലീസ് സ്റ്റേഷന് സമീപം നക്കര വെള്ളാവ് വീട്ടിൽ ഹരിയാണ് ഭാര്യ ലളിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വീടിനകത്ത് തൂങ്ങി മരിച്ചത്. ശബരിമല പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിൽ ഈ മണ്ഡലകാലത്തും കുടിവെള്ളം ടാങ്കർ ലോറികളിൽ എത്തിക്കേണ്ടി വരും. സീതത്തോട്ടിൽ നിന്ന് നിലയ്ക്കലിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി പൂർത്തിയാകാത്തതാണ് പ്രശ്നത്തിന് കാരണം. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി GCDA. സിയാലുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും പൂർത്തിയാക്കുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കക്കടാശ്ശേരി മുതൽ മറ്റക്കുഴി വരെയുള്ള ദേശീയപാത റോഡ് നവീകരണത്തിന് 45 കോടി രൂപ ദേശീയപാത അതോറിറ്റിയിൽ നിന്നും അനുവദിച്ചു. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തും. വെള്ളപ്പൊക്കം മൂലം ഇറിഗേഷൻ പമ്പ് സെറ്റുകൾ തകരാറിലായത് മൂലം കർഷകർ ദുരിതത്തിൽ. കാലടിയിൽ പെരിയാറിനോട് ചേർന്ന് സ്ഥാപിച്ച ഇറിഗേഷൻ പമ്പ് സെറ്റുകളാണ് പ്രവർത്തനരഹിതമായത്. പമ്പ് സെറ്റുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട കർഷകർ ഇറിഗേഷൻ ഓഫീസർക്ക് പരാതി നൽകി. പാറമടകളിൽ അനുവദിച്ചതിലും അധികം ഖനനം നടത്തുന്നത് തടയാൻ എറണാകുളം ജില്ലാ കളക്ടർ S. സുഹാസ് ജില്ലയിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചു. ഫോർട്ട് കൊച്ചി, മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷനുകൾക്ക് കീഴിലുള്ള വില്ലേജുകളിലെ പാറമടകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനാണ് സ്ക്വാഡുകൾ രൂപീകരിച്ചത്. സ്ക്വാഡുകൾ സർക്കാർ ഭൂമിയിലും സ്വകാര്യ ഭൂമിയിലുമുള്ള പാറമടകൾ നിരീക്ഷിക്കും. CBSE സംസ്ഥാന കലോത്സവം നവംബർ 14 മുതൽ 17 വരെ നടക്കും. മൂവാറ്റുപുഴ കാർമൽ CMIA പബ്ലിക് സ്കൂളാണ് പ്രധാന വേദി. സംസ്ഥാനത്തെ 1400 CBSE സ്കൂളുകളിൽ നിന്നായി 8000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. കേരള ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ വാർഷികത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ അഖിലേന്ത്യാ നാണയ സ്റ്റാമ്പ് പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ ഞായറാഴ്ച വരെ എറണാകുളം ടൗൺ ഹാളിലാണ് സൗജന്യ പ്രദർശനം. വൈപ്പിൻ ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ നടക്കും. 69 സ്കൂളുകളിൽ നിന്നായി 3131 കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 7 വേദികളിലാണ് കലോത്സവം നടക്കുക. തൃശൂരിൽ ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കായി കേരളത്തിലെ ആദ്യത്തെ EPDM സെൻസറി പാർക്ക് ഒരുങ്ങുന്നു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പാർക്ക് ഒരുങ്ങുന്നത്. 4880 സ്ക്വയർ ഫീറ്റിൽ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം. കുതിരാൻ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ 8 മുതൽ രാത്രി 9 വരെ ഭാരവാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ലെന്ന് ജില്ലാ കളക്ടർ S. ഷാനവാസ്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. ടാറിടൽ പൂർത്തിയാകും വരെയാകും നിയന്ത്രണം. പുലിക്കളി കലാകാരൻ ചാത്തുണ്ണി ആശാൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി അവശതയിലായിരുന്നു. പുലിക്കളി രംഗത്തെ മുതിർന്ന കലാകാരനാണ് വിടവാങ്ങിയത്.
നിലമ്പൂരിൽ BSNL ജീവനക്കാരൻ KV രാമകൃഷ്ണൻ ശമ്പളമില്ലാതെ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ BSNL ആസ്ഥാനത്തേക്ക് നടത്തിയ ബഹുജന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. കട്ടാങ്ങലിൽ ഹോട്ടൽ തീപിടിച്ച് കത്തിനശിച്ചു. കമ്പനിമുക്ക് കട്ടാങ്ങൽ റോഡിലെ ഫുഡീസ് ഹോട്ടലിലാണ് തീപിടിച്ചത്. മുക്കത്ത് നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീ അണച്ചത്. മാസങ്ങളായി പാലക്കാട് മൈലാമ്പാടത്ത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി വനം വകുപ്പിന്റെ പിടിയിൽ. ഇന്ന് പുലർച്ചെയാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂടിനകത്ത് പുലി കുടുങ്ങിയത്. ഇതിനോടകം നിരവധി വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടികൂടിയത്. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ പദ്ധതി മാർഗരേഖ തയ്യാറാക്കുന്നതിന് കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ദുരന്ത നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും മാർഗരേഖയും അതത് വകുപ്പുകൾ ഉടൻ നൽകണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജലവിതരണം മുടങ്ങി. വെള്ളത്തിനായി വലയുകയാണ് മെഡിക്കൽ കോളേജിലെ രോഗികളും കൂട്ടിരിപ്പുകാരും. കൂളിമാട് പബ്ലിക് സ്റ്റേഷനിൽ നിന്നുമുള്ള ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെയാണ് ജലവിതരണം നിർത്തിവെച്ചത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള പദ്ധതിയുമായി സമഗ്ര ശിക്ഷ കേരളം. പഠനം പാതിവഴിയിൽ നിർത്തിയ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിൽ പഠനം പുനരാരംഭിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. ഇതിനായുള്ള ബ്രിഡ്ജ് മെറ്റീരിയൽ ട്രൈ ഔട്ടിന് വയനാട്ടിൽ തുടക്കമായി. മാനന്തവാടിയിൽ യുവാവിനെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴിനിലം സ്വദേശി റിയാസാണ് മരിച്ചത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാഗേജ് സ്ക്രീനിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നവംബർ 10 നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. നബിദിനത്തെ തുടർന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ഉത്തര മലബാർ കർഷക പ്രക്ഷോഭം കണ്ണൂർ ചെറുപുഴയിൽ നടന്നു. നൂറുകണക്കിന് കർഷകർ പ്രതിഷേധ റാലിയിലും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഉണ്ണിയേരി ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഈ മാസം 15 വരെയാണ് കലോത്സവം നടക്കുക. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. മനോജ് നൈറ്റ് ശ്യാമളൻ ഒരുക്കുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ വെബ് സീരീസ് സെർവന്റിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആപ്പിൾ TV+ ആണ് നിർമ്മാണം. ടോബി കെബൽ, ലോറൻ ആംബ്രോൺ, നൈൽ ടൈഗർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. നവംബർ 28 മുതൽ സീരീസ് പ്രീമിയർ ചെയ്തു തുടങ്ങും. Pleased to meet you, Mr. Turner. You have a beautiful home. She is a godsend. I was expecting someone older, less weird. We hope you'll treat our house as your home. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചിത്രം ചോല ഡിസംബർ 6 തിയേറ്ററുകളിലെത്തും. ജോജു ജോർജും നിമിഷ സജയനും നവാഗതനായ അഖിൽ വിശ്വനാഥും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് ചോല. നിമിഷ സജയന് മികച്ച നടിക്കും ജോജു ജോർജിന് മികച്ച സ്വഭാവ നടനുമുള്ള അവാർഡുകൾ നേടിക്കൊടുത്ത ചിത്രമാണ് ചോല. അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ ചിത്രം ട്രാൻസ് ക്രിസ്മസിനെത്തില്ല. ഫെബ്രുവരിയാകും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് സൂചന. 7 വർഷത്തിന് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. വിജയ് സേതുപതി ഇരട്ട വേഷത്തിലെത്തുന്ന സംഘത്തമിഴൻ പ്രദർശനത്തിലൊരുങ്ങുന്നു. വിജയ് ചന്ദറാണ് സംഘത്തമിഴന്റെ രചയിതാവും സംവിധായകനും. റാഷി ഖന്ന, നിവേദ പെത്തുരാജ് എന്നിവരാണ് നായികമാർ. മമ്മൂട്ടി നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം മാമാങ്കത്തിന്റെ തമിഴ് ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തു. M. പത്മകുമാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മലയാളത്തിലും തെലുങ്കിനും പുറമെ ഹിന്ദി ഭാഷയിലും ചിത്രം പ്രദർശനത്തിലെത്തും. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.